സിപിഐക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ബിനോയ് വിശ്വത്തിന്റെ അവകാശവാദത്തിൽ സിപിഎമ്മിന് അതൃപ്തി. പരസ്യമായി ആവശ്യം ഉന്നയിച്ചത് ശരിയായില്ല എന്നാണ് വിലയിരുത്തൽ. തോൽവിക്ക് ശേഷമുള്ള പരസ്യ വിമർശനങ്ങളിലും സിപിഎമ്മിന് അതൃപ്തിയുണ്ട്. കൂട്ടുത്തരവാദിത്തമില്ലാത്ത തരത്തിലുള്ള സിപിഐ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഘടകകക്ഷികൾക്കും വിയോജിപ്പുണ്ട്. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫി, തോൽവിക്ക് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി അത് സിപിഐക്ക് വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. അപ്പം സംസ്ഥാന സെക്രട്ടറി അടക്കം ആവശ്യം ഉന്നയിച്ചതോടുകൂടെ വലിയ അതൃപ്തി സിപിഎമ്മിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഉപനേതാവ് പദവി എന്നതിനും അത് പരസ്യമായി ഉന്നയിച്ചതിനുമൊക്കെയാണ് അതൃപ്തി. അതിനു പുറമെ ജനയുഗമടക്കം ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞ് തോൽവിയുടെ പിറ്റേന്ന് തന്നെ രംഗത്ത് വന്നതിലടക്കം സിപിഎം വലിയ അതൃപ്തിയുണ്ട്. അത് സിപിഐ അറിയിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സിപിഐ അത് അറിയിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയണ്ട ജിൽസി. കാരണം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു മുന്നണി ആകെ ചേർന്നുള്ള സംവിധാനമാണ്. അവർ മുന്നണി ആകെ എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ജിൽസി ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ ജനയുഗത്തിലൊരു എഡിറ്റോറിയൽ വരുന്നു. ഭരണവിരുദ്ധ വികാരമാണ് കാരണം, അത് രണ്ട് പാർട്ടികളുടെ തോൽവി അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന തരത്തിൽ ചില വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സിപിഎമ്മിലെ വിമതരെ അവർ മത്സരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നു. അത് സിപിഐയുടെ മുഖപത്രമായി അതിനകത്ത് തന്നെ ജനയുഗത്തിൽ തന്നെ വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ ഒരു സ്വയം വിമർശനത്തിന്റെ സ്വഭാവം അതിനകത്തൊന്നും കണ്ടതും ഇല്ല. കാരണം അവരുടെ ഒരു മുൻ എം എൽ എ ഒക്കെ ഇത്തവണ ബിജെപിയിലേക്ക് പോയി മത്സരിച്ചു എന്നൊരു വസ്തുത മറച്ചു വെക്കുകയും ചെയ്തു. ഇത് അംഗീകരിക്കാതെ പരസ്യമായി വിമർശനം ഉന്നയിച്ചതിലാണ് സിപിഎം നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുള്ളത്. അതിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണം എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നത്. ഭരണഘടനയിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു പദവിയല്ല, ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്ന പോലെ തന്നെ ഉപനേതാവ് എന്നൊരു പദവിയല്ല. അതൊരു ആലങ്കാരിക പദവിയാണ്, പേരിന് മാത്രമുള്ള ഒരു പദവിയാണ്. എന്നിരുന്നാലും ആ പദവി വേണം എന്നുള്ള ആവശ്യം പരസ്യമായി ഉന്നയിച്ചത് ശരിയായില്ല എന്നുള്ള നിലപാടാണ് സിപിഎം നേതൃത്വത്തിന് ഉള്ളത്. ഘടകകക്ഷികൾക്ക് സമാനമായ രീതിയിലുള്ള അഭിപ്രായമുണ്ട്. കാരണം ഈ തോൽവിയുടെ ഒരു കൂട്ടുത്തരവാദിത്തമില്ലായ്മയാണ് സിപിഐയുടെ വാക്കുകളിൽ നിന്ന് പ്രകടമായത്. എല്ലാവരും ഒരുമിച്ച് മത്സരിക്കുന്നു. തോൽവി ഉണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാവരും കൂട്ടുത്തരവാദിത്തത്തോടു കൂടി അത് നേരിടണം എന്നുള്ള അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. അത് സിപിഐ അറിയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ട ജിൽസി.